ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഉണ്ടേ മുസ്ലിയാക്കളെ, ഉണ്ടേ മുസ്ലിയാക്കളെ. നിങ്ങൾ ഉദ്ധരിച്ച് ഉയർത്തി കാണിക്കാൻ പോകുന്ന കിതാബുണ്ടല്ലോ, ആ കിതാബിൽ നിങ്ങൾ വായിച്ച ഉദ്ധരണി അത് നിസ്കാരത്തിന്റെ ശേഷമുള്ള ഉദ്ധരണിയാണോ, അതോ നിങ്ങൾ പറ്റിച്ചതല്ലേ ഈ ജനങ്ങളെ? ഇബ്നുൽ ഖയ്യിം ആ വാചകം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിലെ പ്രാർത്ഥനയെ കുറിച്ചല്ലേ? നിസ്കാരത്തിൽ ഇമാം മഅ്മൂമായി നിസ്കരിക്കുമ്പോ ഞാൻ അയാളുടെ വാചകം ഇവിടെ കേൾപ്പിക്കുന്നുണ്ട്. അതിന്റെ മുമ്പേ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നുൽ ഖയ്യിം ആ ഉദ്ധരണി രേഖപ്പെടുത്തുന്നത് ഇമാമിന്റെ നിസ്കാര ശേഷമുള്ള ദുആ എന്ന അധ്യായത്തിലല്ല. അങ്ങനെ ഒരു അധ്യായം സാദുൽ മആദിൽ വേറെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ കള്ളത്തരമാണെന്ന്? സാദുൽ മആദ് എന്ന കിതാബിൽ ഇമാം നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ടുന്ന മര്യാദകൾ, ദിക്ർ ദുആകൾ അത് ശേഷം തന്നെ വേറെ അധ്യായമായിട്ടുണ്ടേ മുസ്ലിയാക്കളെ. മുസ്ലിയാക്കളെ ജമ്മാക്കിയിട്ട് ഞാൻ പറയുന്നില്ല, മുസ്ലിയാരോടാ പറയുന്നത്. നിങ്ങൾ പറ്റിച്ചതല്ലേ ഇവിടെയുള്ള ജനങ്ങളോട്? ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ അത് പറയുന്നത് എവിടെയാണെന്ന് കൂടി പറയട്ടെ. ഇമാം നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന അധ്യായത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ പറയുന്നു, മഅ്മൂമീങ്ങൾ കൂടി ആമീൻ പറയൽ ആവശ്യമായ കുനൂത്ത് പോലെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോ സ്വന്തം കാര്യം മാത്രം ഇമാം പ്രാർത്ഥിച്ചാ പോരാ. നാസിലത്തിന്റെ കുനൂത്താണെങ്കിലും ഇനി വിത്തറിന്റെ കുനൂത്താണെങ്കിലും ഏത് കുനൂത്താണെങ്കിലും അത് വേറെ വിഷയമാണ്. അങ്ങനെ മഅ്മൂമീങ്ങളെ കൂടി പങ്കെടുപ്പിക്കൽ, അവര് കൂടി പങ്കുചേരൽ ആവശ്യമായ അത്തരത്തിലുള്ള പ്രാർത്ഥനകളിൽ സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് വഞ്ചനയാണ്. ഉദാഹരണത്തിന് ഒരാൾ നിസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നു, ഇത്തറിൽ കുനൂത്ത് ഓതുകയാണെന്ന് സങ്കല്പിച്ചോ. അതല്ലെങ്കിൽ ഒരു മുസ്ലിമീങ്ങൾക്ക് ഒരു പൊതു ഇബത്തുണ്ടായപ്പോ രാഷ്ട്രത്തിന്റെ ഖാദി അങ്ങ് ഓർഡർ പുറപ്പെടുവിച്ചു, എല്ലാവരും വിപത്തിനെതിരെയുള്ള നാസിലത്തിന്റെ കുനൂത്തോദനം എന്ന് പറഞ്ഞപ്പോ ഇമാം കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, നീ ഹിദായത്തിലാക്കിയവരെ പോലെ നീ എന്നെയും ഹിദായത്തിലാക്കണേ എന്ന് സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മഅ്മൂമീങ്ങളെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുന്നുവെങ്കിൽ സ്വന്തം കാര്യം പ്രാർത്ഥിച്ചിട്ട് മഅ്മൂമിനെ വഞ്ചിച്ചവനല്ലേ? അതിനെക്കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം സാദുൽ മആദിൽ പറഞ്ഞത്. ആ ഒരു വാചകം എടുത്തുദ്ധരിച്ചിട്ട് നിങ്ങളൊരു നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയിലേക്ക് വലിച്ചു നീട്ടിക്കൊണ്ടുവന്നത് ആരെ വഞ്ചിക്കാനാണ് മുസ്ലിയാരെ? നിങ്ങൾ ആ വഞ്ചന നടത്തിയതും നിങ്ങൾ ആൺകുട്ടികളുണ്ടോ? ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ പറ്റൂല, ആണുങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വെല്ലുവിളിച്ച രംഗവും ഇവിടെ കാണിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആ തട്ടിപ്പ് ഇവിടെ വെളിച്ചത്താക്കാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചോളൂ. പറഞ്ഞിട്ടില്ല, അതുപോലെ ഞങ്ങളെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടില്ല എന്നൊന്ന് നിഷേധിക്കൂ. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല. നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റില്ല. ആൺകുട്ടികളുണ്ടോ? എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാൻ. ആൺകുട്ടികളുണ്ടോ എന്നാ ചോദിക്കുന്നത്. എന്തിന്? ഇത് പരിശോധിക്കാൻ. ആൺകുട്ടികളുണ്ടേ, ആൺകുട്ടികളുണ്ടേ. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, പേരോടിനോട് ചോദിക്കട്ടെ, ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ ഉദ്ധരിച്ച വാചകം ഇമാം നിസ്കാരത്തിന്റെ ശേഷം തിരിഞ്ഞിരുന്നിട്ട് നടത്തുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് വിനയത്തോടുകൂടി വെല്ലുവിളിക്കുന്നില്ല, ബെല്ലടിക്കുന്നു. ബെല്ലടിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളല്ലേ വഞ്ചന നടത്തുന്നത്? ആ കിതാബിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ ആ കിതാബിൽ പറഞ്ഞ കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പേരോട് വഞ്ചകനല്ലേ? നിങ്ങൾ ഈ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോ, അല്ലെങ്കിൽ കുറ്റ്യാടിയിലെ നിങ്ങളുടെ ആ ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രത്തിന്റെ പള്ളിയില് നിങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ മൂത്രക്കല്ല് ശൂന് തെറിപ്പിക്കുന്ന കറാമത്തുള്ള നിങ്ങളുടെ കേന്ദ്രത്തിന്റെ പള്ളിയിൽ ഗർഭമില്ലാത്ത പെണ്ണുങ്ങൾക്ക് നേർച്ചയാക്കിയാൽ ഉടനെ ഗർഭം ധരിക്കുന്ന ആ കേന്ദ്രത്തിലെ പള്ളിയില്ലേ, ആ പള്ളിയിൽ നിങ്ങൾ ഇമാമത്തിനൊന്ന് നിസ്കരിക്കുമ്പോ നിങ്ങൾ ഒറ്റക്ക് എത്ര വാചകം പ്രാർത്ഥിക്കുന്നുണ്ട്? രണ്ട് സുജൂദിന്റെ ഇടയിൽ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വഹ്ദിനി വർസുഖ്നി എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? ഇമാം നിന്നിട്ട് നിങ്ങൾ മുന്നിലുള്ള മഅ്മൂമീങ്ങളുടെ മുമ്പിൽ ഇമാമായി നിന്ന് കൊടുത്തിട്ട് നിങ്ങൾ സ്വന്തത്തിന്
ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വഞ്ചകനല്ലേ? നിങ്ങൾ അത്തഹിയാത്ത് ചൊല്ലുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് പറയാറില്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി എന്ന് മഅ്മൂമീങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങൾ ഒറ്റക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വഞ്ചന നടത്താറില്ലേ? ഞങ്ങളുടെ ഭാഷയിലല്ല പറയുന്നത്, നിങ്ങൾ പറയും പോലെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നു. ഞങ്ങൾ പറയുന്നില്ല എന്ത്? അത് കൂട്ടപ്രാർത്ഥനയാണെന്ന് നിങ്ങൾ പറയും പോലെയാണെങ്കിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വഞ്ചനകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ വെല്ലുവിളിക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. കിതാബ് ഞങ്ങളും കണ്ടവരാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. തന്നെയുമല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതിൽ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്ത്? ഇത്ര വലിയ കാര്യമുള്ള കൂട്ടുപ്രാർത്ഥന എന്തേ അറബികളെ കണ്ടപ്പോൾ ശൈഖുനാ മർക്കസിന്റെ പള്ളിയിൽ നിന്ന് നടത്താതെ തടി തപ്പിയത്? ഞങ്ങൾ പറയുന്നതാണോ? വഞ്ചകനല്ലേ? മർക്കസിന്റെ പള്ളിയിൽ ബാക്കിൽ സഖാഫികളെ മഅ്മൂം നിർത്തിയിട്ട്, അതുപോലെ തന്നെ നാട്ടുകാരെ ഇമാമ് നിർത്തിയിട്ട്, ബാക്കിൽ അറബിയെ കണ്ടപ്പോ സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് പോയത് വഞ്ചനയല്ലേ? എന്തേ നിങ്ങളത് പറയാഞ്ഞു? ഞാൻ പറയുന്നില്ല. ഈ കുറ്റ്യാടിയിൽ വെച്ച് നിങ്ങളുടെ കേന്ദ്രത്തിന്റെ മുമ്പിൽ വെച്ച് ഒരു ഹുദവി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗമൊന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നു. മറുപടി ഉണ്ടെങ്കിൽ പറയണേ. ശ്രദ്ധിച്ചോളൂ സുഹൃത്തുക്കളെ. ജലീൽ സഖാഫി എന്ന അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ പലപ്പോഴും പറയാറ്, സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കേട്ടോ, നിങ്ങളുടെ സമ്പത്ത് ജമാഅത്ത് കൈകാര്യം ചെയ്താൽ മതിയെന്ന. 2004 ഫെബ്രുവരി 18 മർക്കസ് കോംപ്ലക്സിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് AP ഉസ്താദ് ഇമാമത്ത് നിന്നുകൊണ്ട് അസ്ർ നിസ്കരിച്ചു. അസ്ർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ ഉടനെ എണീക്കുന്നുണ്ടായിരുന്നു. സലാം വീട്ടിയ പാടെ പെട്ടെന്ന് സലാം വീട്ടിന്റെ കൂടെ ചാട്ടി എണീറ്റ് പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞില്ല കുഞ്ഞൻ നമ്പ്യാർ. ചാടി എണ്ണീറ്റ് ഉസ്താദ് പെട്ടെന്ന് സുന്നത്ത് നിസ്കരിക്കാൻ ആളുകൾ അന്തം വിട്ടു. ഇതെന്താപ്പാ? കാരണം നിസ്കാരത്തിന് ശേഷം ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തന്നത് 33 വട്ടം സുബ്ഹാനല്ലാഹ് അങ്ങനെ ദിക്റുകളും ദുആയൊക്കെ ഉണ്ടെന്നല്ലേ. ഇന്ന് പെട്ടെന്ന് എണീക്കാനുള്ള കാരണം എന്താ? ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് തലയിൽ വെട്ടുവെച്ചൊരു അറബി സഹോദരൻ അവിടെ ഉണ്ട്. അപ്പോൾ അറബിക്ക് ഒരു പക്ഷേ ഇതിൽ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഷാർജയിൽ നിന്നോ അജ്മാനിൽ നിന്നോ വന്ന ആളായിരിക്കും. ഷാർജക്കാരനോ അജ്മാനിയോ ആകുമ്പോൾ, അതല്ലെങ്കിൽ സൗദിയോ ആകുമ്പോൾ അവർക്കൊരു പക്ഷേ ഇതിൽ താല്പര്യം ഉണ്ടാവില്ല സലഫി കാഴ്ചപ്പാട് പ്രകാരം. പക്ഷേ അതിവിടെ ചെയ്യാൻ പറ്റുമോ? അവർക്കിത് ഹറാമാണ്, ഖുറാഫാത്താണ്, ദിക്ർ ദുആ എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തു പോയാൽ പിന്നെ കാശ് കിട്ടുമോ? ഇല്ലല്ലോ. കാശ് കിട്ടുമോ ചോദിച്ചില്ലേ? കാശ് കിട്ടുന്നു കണ്ടാ വഞ്ചന നടത്തുകയാണല്ലേ. നിസ്കാരത്തിന്റെ ശേഷം മഅ്മൂമിങ്ങളെ പറ്റിച്ചെഴുന്നേൽക്കുക. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ